ഒരു മോൺസ്റ്റർ പോലെ ആയ ആ വ്യക്തി മെഡിക്കൽ ഷോപ്പിൽ കയറി. അയാൾക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ട്, ഡ്രഗ്സ് വേണമെന്ന് പറയുന്നു. എന്നാൽ ഫാർമസിസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരാൻ പറ്റില്ലെന്ന് പറയുന്നു. ആ ഫാർമസിസ്റ്റിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അയാളുടെ മൊത്തം ഊർജം ഈ ഒരു വ്യക്തി എടുക്കുന്നു. ശേഷം മോൺസ്റ്റർ പോലെ ആയ ആ വ്യക്തി പറയുന്നു, എനിക്ക് പോസ്റ്റ് സർജിക്കൽ അനലിസ്റ്റിക് ഫെന്റനൈൽ വേണം. ഐ നീഡ് എ ഫെന്റനൈൽ. നിങ്ങളെ ഞാൻ നേരത്തെ ഭയപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കുന്നു. അറിയൂ, ഐ എം ഫൈൻ. വീണ്ടും എൻ്റെ തലയിൽ കയറരുത് കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. ക്ലാർക്ക്, ഇദ്ദേഹം ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കബോർഡിൽ ഷീറ്റുകളുണ്ട്. പിന്നെ വി ആർ ഫൈൻ മാ, ഗുഡ് നൈറ്റ്. ഞാൻ വിചാരിച്ചു സിനിമകളിൽ മാത്രമാണ് വാർഷിൻസ് ഉണ്ടായിരുന്നതെന്ന്. this movies are terrible. താങ്ക് യു ഫോർ സ്റ്റാർ ലാബ്സ്, യു സേവ്ഡ് മൈ ലൈഫ്. എനിക്കെൻ്റെ യഥാർത്ഥ രൂപം റിവീൽ ചെയ്യാൻ പാടില്ല. പിന്നെന്തിനാ അന്ന് അങ്ങനെ ചെയ്തു? ഐ മീൻ, നിങ്ങൾക്ക് വേറെ രൂപത്തിൽ വരാലോ. ലോബയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അവൻ അവസാനത്തെ ക്രിപ്റ്റോണിന് വേണ്ടിയാണ് വന്നത്. ഒരു ഈക്വൽ ഓഫർ ഞാൻ അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും അവസാനത്തെ കണ്ണിയാണ് എന്നെ പോലെ. അതൊരു തെറ്റായ കാൽക്കുലേഷനാണ്. ദിസ് വേൾഡ് വാസ് റെഡി. റെഡി ഓർ നോട്ട്, ലോബോ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയല്ലോ. അതിനുശേഷമാണ് എല്ലാം മാറിയത്. എന്തു തന്നെയായാലും ഞാൻ ഹ്യൂമൻ ഫോമിലേക്ക് മാറുകയും കുറച്ചു കാലത്തേക്ക് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാനും ശ്രമിക്കും. ഐ അഡ്വൈസ് യു ടു ഡു ദ സെയിം. നാം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാം. ഇതൊരു ലൈഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആയിരിക്കാം, പക്ഷേ നമ്മുടെ വർഗത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ കണ്ണികളെന്ന നിലയിൽ സ്വയം സംരക്ഷിക്കുക എന്നതല്ലേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അനിയന്ത്രിതമായ വംശീയ വിദ്വേഷം എങ്ങനെയാണ് ഒരു മഹത്തായ കൾച്ചറിനെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മനുഷ്യർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ഉള്ളിലെ പേടി നമ്മളായിട്ട് വെറുതെ ഇളക്കി വിടാത്തതാണ് നല്ലത്. പക്ഷേ ഇനി അതൊന്നും തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡെയിലി പ്ലാനറ്റ് എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തുവിടും. എങ്കിൽ നമുക്ക് അവരെ തടഞ്ഞേ പറ്റൂ. ജോൺ, ഈ ലോകം എന്നെ ഒരു രക്ഷകനായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ സത്യം അറിഞ്ഞാൽ കാര്യങ്ങൾ മാറുമായിരിക്കും. എന്നെ കാണുന്ന രീതി തന്നെ ചിലപ്പോൾ മാറിയാലോ. കാൽ എൽ, നീ നിന്റെ അച്ഛനെ പോലെയാണ്. എന്തിലും നല്ലത് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നു. കാൽ എൽ, ക്ഷമിക്കണം, എൻ്റെതിന് സമാനമായ പവേഴ്സ് തന്നെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ നീയും എന്നെ പോലെ ചൊവ്വയിൽ നിന്ന് വന്നവനായിരിക്കുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചുപോയി. നമ്മുടെ മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിന്റെ മെമ്മറീസിലൂടെ ഞാൻ അറിയാതെ നിന്റെ ഗ്രഹമായ ക്രിപ്റ്റോണിലെത്തി. എനിക്ക് ക്രിപ്റ്റോണിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ല. നീ അന്ന് വളരെ ചെറിയ കുട്ടിയായിരുന്നു. എനിക്കിതുവരെ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ മെമ്മറീസിലൂടെ നിന്റെ പാരൻസിനെ കാണാൻ എനിക്ക് പറ്റി. അവർ സംസാരിക്കുന്ന ക്രിപ്റ്റോണിയൻ ഭാഷ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയും. ആ പഴയ ഓർമ്മകൾ പുറത്തെടുക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യാം. പക്ഷെ നീയൊരു കാര്യം ഓർത്തോ, നിന്റെ അമ്മ നിന്നോട് അവസാനമായി പറഞ്ഞത് പഴയ കാര്യങ്ങൾ തട്ടി നിൽക്കുന്നത് നമ്മുടെ വഴി തെറ്റിക്കും എന്നാണ്. വലിയൊരു തീരുമാനമാണ് നീ എടുക്കേണ്ടത്. ഞാൻ നിന്നെ അതിനനുവദിക്കുന്നു. വെയിറ്റ്, ഞാനിനി എങ്ങനെ നിങ്ങളെ കണ്ടെത്തുക? ജസ്റ്റ് ലിസൺ.